ഒരിക്കൽ ബുദ്ധൻ ഒരു ശിഷ്യനോടൊപ്പം നടക്കുകയായിരുന്നു. അവർ രണ്ടുപേരും ബ്രഹ്മചര്യ വ്രതമെടുത്തിരുന്നു. വിവാഹം കഴിക്കില്ലെന്നും സ്ത്രീ സുഹൃത്തുക്കളുടെ കൂടെ ഉണ്ടാകില്ലെന്നും അവർ ശപഥം ചെയ്തിരുന്നു. സ്ത്രീകളോട് സംസാരിക്കാൻ പോലും അവർക്ക് അനുവാദമില്ലായിരുന്നു. ഇതാണ് ദൈവത്തിലേക്കുള്ള വഴി എന്നവർ തീരുമാനിച്ചു. അവർ പ്രബുദ്ധതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിച്ചു. മൃഗങ്ങളും പക്ഷികളും നിറഞ്ഞൊരു നിബിഡ വനത്തിലൂടെ ശിഷ്യനും ബുദ്ധനും ഒരു ഗ്രാമത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ബുദ്ധൻ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും ശിഷ്യന് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അവർ ഒരു നദി മുറിച്ചു കടന്നു. നദി ആഴമുള്ളതും ഒഴുക്ക് വേഗത്തിലുള്ളതുമായിരുന്നു. ബുദ്ധനും ശിഷ്യനും വളരെ മികച്ച നീന്തൽക്കാരായിരുന്നു. അവർ നദിയുടെ മറുകരയിലേക്ക് നീന്താൻ തീരുമാനിച്ചു. അവർ നദിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഒരു യുവതി ഓടിവന്ന് നദി മുറിച്ചു കടക്കാൻ സഹായം അഭ്യർത്ഥിച്ചു. ബുദ്ധൻ ഒരു മടിയും കൂടാതെ ആ സ്ത്രീയെ ചുമലിൽ എടുത്ത് നദി നീന്തിക്കടന്നു. ആ സ്ത്രീ അവരോട് നന്ദി പറഞ്ഞു പോയി. അതിനുശേഷം ശിഷ്യനും ബുദ്ധനും വളരെ നേരം മൗനമായി നടന്നു. അവർ പുറപ്പെട്ട ഗ്രാമത്തിലെത്തി. ആ ദിവസത്തേക്ക് വിശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒടുവിൽ ശിഷ്യൻ അവനോട് നദിയിൽ നിന്ന് ഗ്രാമത്തിലേക്കുള്ള നടത്തത്തിനിടയിൽ മുഴുവൻ സമയവും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ചോദ്യം ചോദിച്ചത്. "ഓ മഹാനായ ബുദ്ധ, ഞാൻ ധിക്കാരിയാകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ വളരെ കാലമായി എൻ്റെ തലയിൽ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഞങ്ങൾ ബ്രഹ്മചര്യ വ്രതം എടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ ആ സ്ത്രീയെ നദിയിൽ കൊണ്ടുപോയി. അത് ഞങ്ങളുടെ തത്വങ്ങൾക്ക് എതിരല്ലേ?" ബുദ്ധൻ ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. "മകനെ, സഹായം ആവശ്യമുള്ള ഒരു സഹമനുഷ്യനെ സഹായിക്കുകയാണ് ഞാൻ ചെയ്തത്. അത് ഞാൻ അവിടെ ഉപേക്ഷിച്ചു. നീയാണ് അവളെ തലയിൽ ചുമക്കുന്നത്. വ്രതത്തിലെ വാക്കുകളല്ല, മറിച്ച് ആത്മാവാണ് പ്രധാനമെന്നും നമ്മുടെ ചിന്തകൾ മറ്റേതൊരു ശാരീരിക ഭാരത്തെക്കാളും വലിയ ഭാരമാണെന്നും ശിഷ്യനൊടുവിൽ മനസ്സിലായി.